ഇനി നമുക്ക് ഈസി ആയിട്ടൊരു കിഴങ്ങ് കറി തയ്യാറാക്കിയെടുക്കാമേ. ഈ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കുകയോ അല്ലെ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കിഴങ്ങും സവാളയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു നോക്കാമേ. അപ്പോൾ അതിനായിട്ട് 3 കിഴങ്ങാണ് എടുത്തത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. സവാളയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ സവാളയും കിഴങ്ങും ക്യൂബ്സ് ആക്കി തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് കീറി ചേർത്ത് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ മുളക് പൊടി ഒന്നും ഞാൻ ചേർക്കുന്നില്ലായേ. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങിനോടൊപ്പം തന്നെ നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാമേ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ഒത്തിരി ചേർത്ത് കൊടുക്കാതെ കിഴങ്ങൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആ രീതിയിലെ വെള്ളം ചേർക്കാവുള്ളേ. കാരണം ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുന്ന സമയത്ത് ഈ കറി ഒത്തിരി ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കരുത്. അങ്ങനെ നമ്മൾ കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു വിസിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അത്രേ ഉള്ളേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഈ വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഫുൾ ആവി പോയതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമേ. അപ്പോൾ ഒരു തവി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കിഴങ്ങ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ. കാരണം കറി നമുക്ക് കുറച്ചൊന്ന് കൊഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ചുവന്നുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി വരണം. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ കരിഞ്ഞു പോകുവേ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഫ്രൈ ആയൊരു സ്മെല്ല് വരുമ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിഴങ്ങറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കേണ്ട, സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിനോട്, ചപ്പാത്തിനോട്, പൂരിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.